അപ്പോൾ ഗൈസ് നമുക്കൊന്ന് മൈസൂർ വന്നാലോ? ഇപ്പം ഉണ്ടായ പ്ലാനാണ്. പോയോക്കാം ബാ. അതുകൊണ്ട് കണ്ട അനുഭവിക്കേണ്ട അടിപൊളി കിടിലൻ കാഴ്ചകളാണ് ഗൈസ് ഇവിടെ ഉള്ളത്. കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട്, പറയാനായി പലതും പാത്തുവെച്ചതല്ല. അപ്പോൾ നമ്മൾ വരുന്ന അതിൽ ഇപ്പോൾ വയനാട് ചുരം കയറുക അടുത്തെത്തിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ബൈക്ക് ഓടിക്കുന്നത് വെച്ചാൽ ബസ്ക്ക് ഓടിക്കും എല്ലാവർക്കും. നമ്മളൊരു ഹോട്ടൽ പോയി ഫുഡ് ഒക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം നെഹദി ഉണ്ട് വഴി കണ്ട്, അപ്പോൾ അത് തുറന്നിട്ടാണ്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഫുൾ ക്ലോസ് പറഞ്ഞ്. അപ്പോൾ നമ്മൾ വേറെ ഹോട്ടലാണ് തപ്പി ലാസ്റ്റ് ഒരു ഹോട്ടൽ ടേസ്റ്റി ബ്രോസ്റ്റ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ പേര് അവിടെ നിന്നാണ് കിട്ടിയ സ്ഥലത്തിൻ്റെ പേര് കാണാനില്ല. അപ്പോൾ ചുരയായിരുന്ന അടുത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡിന് വെയിറ്റ് ചെയ്യാം. നല്ല ചെറുതായിട്ടൊക്കെ ബൈക്കുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു കാര്യം പറയാണ്ട് ഓർമ്മ അത് ഉപ്പാൻ്റെ മട് വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിൻ്റെതായ കഴിഞ്ഞ കൊല്ലത്ത് വെഡിങ് ആനിവേഴ്സറി നമ്മൾ മൂന്നാറായിരുന്നു. അന്ന് അപ്പോൾ ഉമ്മാക്ക് അവിടെ നിന്ന് സർപ്രൈസ് ആയിട്ട് ഇപ്രാവശ്യം മൈസൂരാണ് പോകുന്നത്. അവിടുന്ന് എന്തൊക്കെ അപ്പൊക്കെ നമ്മൾ ഒറ്റ മൈൻഡാണല്ലോ, അതും ഫുൾ ഫാമിലി മൊത്തം മോഡേൺ ഫാമിലി ഒറ്റ മൈൻഡായിട്ട് പോയി മൈസൂർ വയനാട് ചുരത്തെ എത്താനായി ഫുഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് നേരത്തെ പറഞ്ഞു ഫുഡ് വെയിറ്റ് ചെയ്യാണ്. പൊറാട്ടും ചില്ലും ഒക്കെ ഓർഡർ ചെയ്ത് കാണാം. അപ്പോൾ ഇപ്പം നമ്മളതാ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നല്ലൊരു കിടിലൻ ഫുഡായിരുന്നു. മന്തി സെറ്റായിരുന്നു. പിന്നെ വാപ്പാക്ക് പൊറാട്ടും ചില്ലി ചിക്കൻ സെറ്റപ്പ്. ചില്ലി ചിക്കനാണ് ആ ഒരു ഇത് മറ്റോളായിട്ട് വരുന്നത്. അതാണ് പേരൊക്കെ അത്ര ഇതായിട്ട് അറിയില്ല. ഞാൻ മന്തി മേടിച്ച് കഴിച്ചു, സെറ്റായി. നല്ല വിശക്കുന്നത് അത് കഴിച്ചു കഴിയുന്നത്. ഇനി നമ്മൾ നേരെ വയനാട് പോവാണ്. 1 മണിക്ക് വയനാട് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഏകദേശം 1 മണിക്ക് കഴിഞ്ഞ് 1:15 ആയി. അപ്പോൾ ഇനി നമ്മൾ വയനാട് പോയിട്ട് അവിടെ നിൽക്കണം. അവിടെ പോയി നിന്നിട്ട് അവിടുന്ന് 6 മണിക്കാണ് മറ്റേ ബോർഡർ, മറ്റേ മൈസൂർ മറ്റേ ബോർഡർ ആ സംഭവം തുറക്കുക. അപ്പോൾ നേരത്തെ രാവിലെ പോയാണ് നമുക്ക് കാണാം. അവിടെയുള്ള മൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നേരത്തെ പോയാൽ, രാവിലെ ആയാലും. അപ്പോൾ അവിടെ നിന്ന് തന്നെ ബോർഡറിൽ തന്നെ 5 മണിക്കൂറുണ്ട് മൈസൂർക്ക്. അപ്പോൾ അത് നേരത്തെ ഇറങ്ങണം. 5 മണിക്കാരെ ഇറങ്ങാൻ വെച്ചിട്ടാണ്. അപ്പോൾ ചുരം നമ്മൾ കേട്ടില്ല, ചുരൻ്റെ കുറച്ച് മുമ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് 2-3 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉണ്ട് തോന്നുന്നു. 1 മണിക്കൂറുണ്ട്. അപ്പോൾ അവിടെ എത്തി 1 മണിക്കൂർ അവിടെ റിസോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് 1 മണിക്കൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 5 മണി 4 മണിയൊക്കെ ആകുമ്പോൾ പക്ഷേ ആ റിസോർട്ടിൽ നിന്ന് 40 കിലോമീറ്റർ എത്ര ഉണ്ട് ഏകദേശം ഈ മൈസൂർ ബോർഡർ ആകുന്നുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ഇറങ്ങി 5 മണിയായപ്പോൾ ഇറങ്ങി അവിടെ നിന്ന് മൈസൂർ ആയിട്ടാണ് പോകാൻ പ്ലാന്. അപ്പോൾ നമുക്ക് പോയേക്കാം. ഓക്കെ, അപ്പോൾ കാണാം. എത്തിക്കുകയാണ്. ഇത് നമ്മളൊരു കസിൻ്റെ കേട്ടോ റിസോർട്ട്. ഇതിൻ്റെ അപ്പുറത്തെ പുഴയാണ്. ഈ പുഴേൻ്റെ അവിടെ കുളിക്കാനും പറ്റും. ഇത് നേരെ റോഡിൽ നേരെ ഇറങ്ങിയ പുഴയാണ്. ഇവിടെ പാർക്ക് സെറ്റ് പോലെ ഊഞ്ഞാലൊക്കെ ആയിട്ട് ഇവിടെ ഗാർഡൻ ആയിട്ടാണ്. ഇരുട്ടായാലും കാണാത്തത്. ഇതാണ് ഹോം. ഓക്കെ, ഇതാണ്. ഇതിന് മുകളിൽ ലൈറ്റൊക്കെ ഉണ്ട്. രാവിലെ ആവുമ്പോൾ ഞാൻ കാണിച്ചാൽ മോർണിംഗ് വൈബ് കിട്ടില്ലാണ്. ഇവിടെ നിന്ന് നോക്കിയൊക്കെ അവിടെ ഫുള്ള് ഇപ്പോൾ ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ട്. അധികം ലൈറ്റ് അങ്ങനെയായിട്ട് കാണാമല്ലേ ഗൈസ്. നൈറ്റ് ആയതുകൊണ്ടേ സെറ്റപ്പാണ് ഗൈസ്. ഇതാണ് പിന്നെ എൻ്റെ ഫ്രണ്ട് നേരെ വന്ന് അങ്ങനെയാണ്. പിന്നെ കസിൻ്റെ ഒരു വീടാട്ടോ. റിസോർട്ട് അങ്ങനെ ആയിട്ടല്ല, ഒരു കസിൻ്റെ വീടായിട്ടാണ്. അങ്ങനെയാണ് വരുന്നത്. സെറ്റാണ്. അപ്പോൾ നമ്മളത് അവിടെ എത്തി, വയനാട് എത്തിയിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഉമ്മാടെ ഉപ്പാടെ വെഡിങ് ആനിവേഴ്സറിയായിരുന്നു. അവിടെയൊക്കെ ഞങ്ങളെല്ലാവരും കേക്ക് മേടിച്ചത് അവർക്ക് സർപ്രൈസ് ആക്കി കൊടുത്ത് ഇപ്പോൾ കേക്ക് മുറിച്ച് സെറ്റായി. ഇപ്പോൾ എല്ലാം ഉറക്കമുള്ളിലാണ്. അപ്പോൾ ഉറങ്ങിച്ച് നാളെ ഇപ്പോൾ 2:15 കഴിക്കുന്നു. അപ്പോൾ നാളെ ഒരു 5 മണിയാകുമ്പോൾ ഇറങ്ങാൻ പ്ലാൻ ഉള്ളത്. എനിക്കാണെങ്കിൽ നമ്മൾ
നല്ല സെറ്റപ്പായി നടക്കും. ഞാൻ പറഞ്ഞ ആരെ പോയി ഉറങ്ങണം, നല്ല ഉറക്കിയുണ്ട്, എല്ലാവർക്കും ഉറക്കിയുണ്ട് നല്ല. അപ്പോൾ നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പോൾ ചിലപ്പോൾ ഈ വ്ളോഗിൽ ഇപ്പോൾ പാർട്ട് 1 പാർട്ട് 2 അങ്ങനെയായിട്ട് വരും, വെച്ചാൽ ലോങ് ആയിട്ട് വരും. എന്നുവെച്ചാൽ ഞാനാണ് യാത്ര തുടങ്ങാൻ പോകണം, ഇനി ഫുൾ ചില്ലിങ് വൈബാണ് ഇനി. അപ്പോൾ അതിൻ്റെതായ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലോങ് വരുന്നത് പറ്റില്ല, നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടണമായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ഇടാന്ന് അറിയില്ല. ഇതിപ്പോൾ ഞാൻ എടുക്കണമെന്ന് കുറേ കാലത്തിന് ശേഷം വ്ളോഗ് എടുക്കുന്നത്, ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടാണ് വ്ളോഗ് എടുക്കുന്നത്. ഒരു വർഷത്തിന് ശേഷം വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഉറങ്ങട്ടെ, നല്ല ഉറക്കരുണ്ട്. ഓക്കെ, ബൈ. അപ്പോൾ കാഴ്ച നമ്മളിതാ ഇറങ്ങിയപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ നേരെ മൈസൂർ പോവാണ്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 6:15 ആയി. അപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ പോക്ക് ഇപ്പോൾ 7 മണി കഴിക്കാണ്. അപ്പോൾ ഓരോരോ നമ്മൾ ഫുൾ ഒറ്റ മൈൻഡ് ആയതുകൊണ്ട് ഫുള്ള് ഒന്ന് പ്ലാൻ ചെയ്യാനാണ് ട്രിപ്പ് പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാം വഴിന്ന് നമുക്കറിയാം എന്തൊക്കെ ഉണ്ടാവും. അപ്പോൾ സെറ്റാണ്. അപ്പോൾ കഴിച്ച് നമ്മളിതാ ഫോറസ്റ്റ് റോഡ് കഴിഞ്ഞ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വീട് എടുക്കാൻ പറ്റില്ല അവിടെ. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു എന്താ പറയേണ്ടത്, ഫോണിലൊന്നും കിട്ടേണ്ടത് കണ്ണുകൊണ്ട് കണ്ട അനുഭവിക്കേണ്ട അടിപൊളി കിട്ടിയ കാഴ്ചകളാണ് കാഴ്ച ഇവിടെ ഉള്ളത്. ഇത് കണ്ട എന്താണ് അവിടെ സൺഫ്ലവർ ഉണ്ട്, സൺഫ്ലവർ തന്നെ അതിൻ്റെ പേര്, സൺഫ്ലവർ തന്നെ. അപ്പോൾ അവിടെ അങ്ങോട്ട് വണ്ടി നിർത്തിയാണ്. ഇവിടെ നല്ല ഫാമാണ് ഗൈസ്, ഇവിടെ ഒക്കെ ഉണ്ട് ഫാം. ഇവിടെ സാധാരണ നമ്മൾ നിർത്തിയാണ് നമുക്കിങ്ങനെ നമ്മൾ ഓരോ സ്ഥലം ഇങ്ങനെ മെല്ലെ നമ്മൾ ആസ്വദിച്ച് പോകണം. ആർക്കും തിരക്കില്ല, മെല്ലെ ഇങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ ഇത്ര ലോങ് വന്നിട്ട് നമ്മളൊന്നും കാണാണ്ട് പോയാൽ അത് ചിലത് കണ്ട് ചിലത് കാണാണ്ട് പോയാൽ അത് മോശമില്ല. അത് നമ്മളെല്ലാം കണ്ടിട്ട് സെറ്റാക്കി നമ്മൾ പോകുള്ളൂ. അപ്പോൾ ഞാനത് പാർട്ട് 1 ഇതിപ്പോൾ പാർട്ട് 1 ആണ്. ഞാൻ നാട്ടിൽ നിന്ന് ഇറങ്ങിയ മുതൽ മൈസൂർ എത്തുന്ന വരെ, മൈസൂർ റൂം എടുക്കണമെന്നുണ്ട്, അവിടെ എത്തുന്ന വരെ പാർട്ട് 1 ആയിട്ട് എടുക്കാൻ വെച്ചിട്ടാണ്. അത് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് റൗണ്ടൊന്നും കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ.
അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ അവിടെ നമ്മൾ കുറച്ച് പോകുന്നതിന് ശേഷം ഒരു മറ്റേ കാളവണ്ടിയുണ്ട് മറ്റേ നമ്മൾ കൃഷിയിലൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു കാളവണ്ടിയില്ലേ തമിഴ്നാട്ടിൽ അങ്ങനെ ആ സാധനമാണ്. അപ്പോൾ ഇപ്പോൾ വെച്ച് നമുക്ക് കയറാൻ പറ്റുന്നത് ആദ്യം ഇപ്പോൾ നമ്മൾ കയറി പിന്നെ അവർ പകുതി എത്തിയപ്പോൾ നമുക്കൊരു പൂതിയാണ് നമുക്ക് കയറിയാൽ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കയറി സെറ്റ് ആയിരുന്നു. പക്ഷേ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ എൻ്റെ കൈ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവിടുത്തെ രണ്ടൊരു വണ്ടി അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവിടുത്തെ ഡ്രൈവർ നമ്മളെ ചിക്കുബായാണ് നമ്മൾ കൊണ്ടത്. അവിടെ മറ്റേ കാളവണ്ടി ഇതാക്കുന്നത് അതിൻ്റെ കാളയുടെ മെയിൻ ആളുണ്ടാവില്ല പേരാണ് ചിക്കുബായ്. അപ്പോൾ ചിക്കുബായ് നമ്മൾ കൊണ്ടുപോയി അവരുടെ ഫാമിങ്ങിന് പണിക്ക് പോകാൻ ഞാൻ കാണിച്ചതാണ്. ഇവിടെ മഞ്ചാതി വ്യൂ ഒക്കെ അവിടെ ആ ഭാഗത്തുണ്ട് കോടമഞ്ഞ് ഇങ്ങനെ കൂടിയിരിക്കുക. ഇപ്പോൾ ചെറുതൊരു വെയിൽ കുറച്ചധികം വെയിലിങ്ങനെ തുടങ്ങിയത്. അപ്പുറത്ത് ക്യാബേജിൻ്റെ ഫാമാണ്, ക്യാബേജ് കൃഷിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഇത് അവസ്ഥ. അപ്പോൾ നമുക്ക് ഇനി ബാക്കി വിശേഷം കാണാം. അപ്പോൾ ഇതുപോലത്തെ അൺഎക്സ്പെക്റ്റഡ് കുറേ കാര്യങ്ങൾ ഇനി വരും. അതൊക്കെ കാണാണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഇതിൽ കാണാം. ഓക്കെ.